ഈ ഉന്നക്കായ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പഴത്തിന്റെ പഴുപ്പ് തന്നെയാണ്. ഇതങ്ങോട്ട് ഒരുപാട് പഴുത്ത് ചളകുളമാവാനും പാടില്ല. എങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. ഈ പഴം അങ്ങോട്ട് പുഴുങ്ങാൻ വെച്ചിട്ടേ നമുക്ക് അതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പൊ ആദ്യം തന്നെ പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കശുവണ്ടി മുന്തിരിയിട്ട് അങ്ങോട്ട് വറുത്തെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ ഞാനൊരു മുഴുവൻ തേങ്ങ അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടാ. ഈ തേങ്ങന്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ഡ്രൈ ആയി വരുന്ന സമയത്ത് 3 കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ഈ ഒരു മുട്ടയും തേങ്ങയും കശുവണ്ടിയും മുതിര എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ തുടങ്ങി 3/4 ടീസ്പൂൺ വരെ നമുക്ക് ഏലക്കന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ മസാലന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടാ. ഇനി ഉണ്ടല്ലോ നമ്മുടെ പഴം ഒന്ന് പീച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടേ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാട്ട എടുക്കുന്നത്. പക്ഷെ ഇടിയപ്പത്തിന്റെ ചില്ല അങ്ങോട്ട് മാറ്റിയിട്ടേ അത്യാവശ്യം വലിയ ഗ്യാപ്പുള്ള ആ ഒരു ചില്ലില്ലേ അത് ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടേ നമ്മുടെ പഴം നല്ലോണം കുഴച്ചെടുക്കണം. ഒട്ടും കട്ടിയൊന്നും ഉണ്ടാവരുത്, നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കുക. ഓരോ ബോൾസും ഉണ്ടല്ലോ കുറച്ച് എണ്ണ തേച്ചിട്ട് തന്നെ അങ്ങോട്ട് ക്യാപ്പ് ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കൈയുമ്പേക്ക് ഈ പഴം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള കുറച്ച് സാധ്യതയൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതിനെ നേരെ ഉന്നക്കായന്റെ ഷേപ്പിലാക്കി കൊടുക്കുക. ഈ ഉന്നക്കായന്റെ ഉള്ളിലുണ്ടല്ലോ ഈ ഒരു ഫില്ലിങ്ങിന് പകരം ബീഫിന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെയൊക്കെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് കമന്റിൽ പറയണേ. അത് പറഞ്ഞപ്പോഴേക്കും എന്താ ഉന്നക്കായ അടുപ്പത്തായിട്ടുണ്ട് കേട്ടാ. അപ്പൊ വെളിച്ചെണ്ണ ചൂടാക്കുക, നമ്മളുടെ ഉന്നക്കായൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ തിരിച്ചും മറിച്ചൊക്കെ ചെയ്യുമ്പോഴേ ഈ സ്പൂണൊക്കെ മൂടിയിട്ട് നമ്മുടെ ഉന്നക്കായ പൊട്ടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എണ്ണ കയറും. അപ്പൊ എങ്ങനെയുണ്ട്?